ഹലോ, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്നലെ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ എൻജിനീയറിംഗ് ഡ്രോയിങ് എന്താണെന്നാണ്. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ ആപ്ലിക്കേഷൻസ് ഓഫ് എൻജിനീയറിംഗ് ഡ്രോയിങ് ആണ്. അതായത് നമ്മൾ എൻജിനീയറിംഗ് ഡ്രോയിങ്ങിൽ തന്നെ ഒരുപാട് തരം ഉണ്ടാക്കിയിരിക്കണം ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ജോബ്സിൻ്റെ കാര്യമാണ് ചിലർ വിചാരിക്കും എന്തിനാണ് ഈ എൻജിനീയറിംഗ് ഡ്രോയിങ് പഠിക്കണേ, നമുക്ക് എന്ത് ജോബാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഒരുപാട് ജോബ് കിട്ടും. മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ആരോനോട്ടിക്കൽ, അങ്ങനെ ഒരുപാട് ബയോ, അതുപോലെ ഒരുപാട് കിട്ടും. എൻവിറോൺമെൻറ്റൽ, അങ്ങനെയൊക്കെ ഒരുപാട് എൻജിനീയറിംഗ് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ എൻജിനീയറിംഗ് ഫീൽഡ് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്താണ് മെക്കാനിക്കൽ എൻജിനീയറിംഗ്. മെക്കാനിക്കൽ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? യൂസ്ഡ് ഫോർ ഡിസൈനിങ് ആൻഡ് മാനുഫാക്ചറിങ് മെക്കാനിക്കൽ കോമ്പണൻസ്, മെഷീനറീസ് ആൻഡ് സിസ്റ്റം. അതായത് ഒരു വണ്ടിൻ്റെ പാർട്സ്, ഉള്ളിലുള്ള പാർട്സ് ഡിസൈൻ ചെയ്യുക, അതിൻ്റെ മെഷീനറീസ് സിസ്റ്റം ഡിസൈൻ ചെയ്ത് അതിൻ്റെ മാനുഫാക്ചർ ചെയ്യണതിനാണ് എന്ത് പറയുക, മെക്കാനിക്കൽ എൻജിനീയറിംഗ്. ഇനി ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് നോക്കുകയാണെങ്കിൽ ഡിസൈനിങ് വെഹിക്കിൾസ്, എൻജിൻസ് ആൻഡ് ഓട്ടോമോട്ടീവ് സിസ്റ്റം. അതായത് ഒരു വണ്ടിൻ്റെ ബോഡി പാർട്സ് ഉണ്ടാവുമല്ലോ, അതെന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്ത് ആ ഡിസൈൻ ചെയ്യുന്ന ഇതിനാണ് ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ്. അടുത്തതാണ് സിവിൽ എൻജിനീയറിംഗ്. ഇത് കോമൺലി നമ്മൾ കേൾക്കുന്ന പേരാണ് സിവിൽ എൻജിനീയറിംഗ്. സിവിൽ നമ്മൾ കേൾക്കണതാണ്. അപ്പോൾ എന്താണ് സിവിൽ എൻജിനീയറിംഗ്? അപ്ലൈഡ് ഇൻ എ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് എ സ്ട്രക്ചേഴ്സ് ആൻഡ് ആർക്കിടെക്ചർ എലമെൻറ്റ്സ്. അതായത് ഇപ്പോൾ ഒരു വീട്, ഈ വീട്ടിൻ്റെ പ്ലാൻ വരക്കണമെങ്കിൽ, ഇതാണ് ഇപ്പോൾ ആ വീട്ടിൻ്റെ പ്ലാന്. ഈ പ്ലാൻ വരക്കണമെങ്കിൽ നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ വരച്ചാൽ റെഡി ആവുക ഇല്ല, അതിനോരോ കാര്യങ്ങൾ ചെയ്ത് അതിലങ്ങനെ ഇങ്ങനെ ഒരു കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വീട് പ്ലാൻ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, സ്ട്രക്ചറും ആർക്കിടെക്ചർ എലമെൻസും ഒക്കെ നമ്മളിങ്ങനെ അപ്ലൈഡ് ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഈ സിവിൽ എൻജിനീയേഴ്സാണ് നോക്കുക. അടുത്താണ് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ്. ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് എന്താണ്? ഫോർ ഡിസൈനിങ് ആൻഡ് ലേഔട്ട് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് സിസ്റ്റം ആൻഡ് കോമ്പണൻറ്റ്. ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ടും അതിൻ്റെ കോമ്പണൻസും അതുപോലെ തന്നെ സിസ്റ്റം, അതൊക്കെ എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്ത് അത് കണക്റ്റൊക്കെ ചെയ്യുന്ന ആളാണ് ഈ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് എന്ന് പറയാം. അടുത്തതാണ് ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ്. ഈ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ വലിയ വലിയ സിസ്റ്റംസ് ആണ്. ബട്ട് ഈ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സർക്യൂട്ട്, അത് ചെറിയ നമ്മൾ ഈ ഓരോ അഡിനോ ബോർഡ് അങ്ങനത്തെ ഓരോ സാധനങ്ങളുടെ ചെറിയ ഇത് ഡിസൈൻ ചെയ്ത് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഓഫ് ഇലക്ട്രോണിക് സർക്യൂട്ട് ആൻഡ് ഡിവൈസ്, ചെറിയ ഡിവൈസ് എന്ത് ചെയ്യുക, നമ്മൾ ഓരോ ഡിസൈൻ ചെയ്ത് അതിൻ്റെ ഡോക്യുമെൻറ്റേഷനൊക്കെ ചെയ്യണതിനാണ് ഈ ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് പറഞ്ഞത്. അടുത്താണ് പ്രൊഡക്ഷൻ എൻജിനീയറിംഗ്. പ്രൊഡക്ഷൻ എൻജിനീയറിംഗ് എന്താണ്? പ്ലാനിങ് ആൻഡ് ഒപ്റ്റിമൈസിങ് ഇൻ എ മാനുഫാക്ചറിങ് പ്രോസസ്സ്. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കുകയാണെങ്കിൽ അതാ റോബോട്ടിക്സ് എൻജിനീയറിംഗ്. റോബോട്ടിക്സ് എൻജിനീയറിംഗ് ഇത് നമ്മൾ കോമൺ ആയി കേൾക്കണതാണ്, റോബോട്ടിക്സ് എൻജിനീയറിംഗ് എന്നുള്ളത്. അപ്പം അപ്ലൈഡ് ഇൻ ദ ഡിസൈൻ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് എ റോബോട്ടിക് സിസ്റ്റം. ഈ റോബോട്ടിനെ ഡിസൈൻ ചെയ്ത് അതിനെ ഇത് ഓരോ ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ അഡിനോ ബോർഡ് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ സിസ്റ്റം ചെയ്ത് അതിനെന്ത് ചെയ്യുക, ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് റോബോട്ടിക് സിസ്റ്റം കോമ്പണൻ്റ് ആക്കി മാറ്റണം. അതാണ് എന്ത്, റോബോട്ടിക് എൻജിനീയറിംഗ്. അടുത്തതാണ് ബയോമെഡിക്കൽ എൻജിനീയറിംഗ്. എന്താണ് ബയോമെഡിക്കൽ എൻജിനീയറിംഗ്? ഡിസൈനിങ് മെഡിക്കൽ ഡിവൈസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ എക്യുപ്മെൻറ്റ്സും ഡിവൈസും ഡിസൈൻ ചെയ്യണതാണ് മെഡിക്കൽ ഡിവൈസ്. അതായത് ഇപ്പം മെഡിക്കൽ ഡിവൈസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം നോക്കണ എക്സാമ്പിൾ മൈക്രോസ്കോപ്പ്, ബെസ്റ്റ് എക്സാമ്പിൾ. നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ ഡിവൈസ് ആണല്ലോ, അങ്ങനത്തെ ഒക്കെ ഡിസൈൻ ചെയ്യണതിനാണ് എന്ത്, ബയോമെഡിക്കൽ എൻജിനീയറിംഗ്. അടുത്തതാണ് ജിയോ ടെക്നിക്കൽ എൻജിനീയറിംഗ്. ഡിസൈനിങ് ഫൗണ്ടേഷൻ, ടൺസ് ആൻഡ് അതർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ടണൽസും അങ്ങനത്തെ ഓരോ ഇപ്പം റോഡിൻ്റെ ഇതൊക്കെ ടണൽസ് അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഡിസൈൻ ചെയ്യണതാണ്, മാനുഫാക്ചർ ചെയ്യണതാണ്. അതിന് ഡിസൈൻ ചെയ്ത് അത് എന്ത് ചെയ്യുക, ടണൽസ് അതർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യണതിന് എന്താ പറയുക,
ഇത് പറയാം. അടുത്തതാണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് ഓഫ് എ എൻവയോൺമെൻറ്റൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൊജക്റ്റ്. അതുപോലെ തന്നെ അതായത് മനസ്സിലായല്ലോ, പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്ത് എൻവയോൺമെൻറ്റൽ, അതായത് പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത രീതിയിലും ഇന്ന് നമ്മളെ കസ്റ്റമേഴ്സ് പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യണതിനാണ്. അടുത്തതാണ് മെറൈൻ എഞ്ചിനീയറിംഗ്. ഇത് കടലിൻ്റെ അടിയിൽ ഫോർ ദ മാനുഫാക്ചറിങ് ഷിപ്സ്, ബോട്ട്സ് എക്സെട്ര അങ്ങനത്തെ ഒക്കെ എന്ത് ചെയ്യണതാണ്, മാനുഫാക്ചർ ചെയ്യുന്നതിനാണ് ഷിപ്പ്, ബോട്ട് എക്സെട്ര. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻസ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.